പ്രവചനങ്ങളിലൂടെ ശ്രദ്ധേയാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വങ്ക. മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയെല്ലാം അവർ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്താകെ അവർക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണവും അത്തരത്തിൽ ബാബ വങ്ക പ്രവചിച്ചതാണ്. ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രാഡാമസുമായിട്ടാണ് ബാബ വങ്കയെ പലപ്പോഴും താരതമ്യം ചെയ്യാറുള്ളത്. ഇതുപോലെ നിരവധി പ്രവചനങ്ങൾ നോസ്ട്രാഡാമസും നടത്തിയിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും സത്യമായി വന്നിട്ടുമുണ്ട്. ബാബ വങ്കയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ഒന്ന് ലോകാവസാനത്തെക്കുറിച്ചാണ്. ഇതിന് കൃത്യമായ വർഷവും അവർ നൽകിയിട്ടുണ്ട്. ലോകാവസാനത്തിന് മുമ്പ് വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്നവർ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ലോകാവസാനം 5079 സംഭവിക്കുക എന്നതാണ് ബാബ വങ്ക പ്രവചിക്കുന്നത്. അതിനുള്ള തുടക്കം കുറിക്കുക 2025 യൂറോപ്പിൽ യുദ്ധത്തോടെ ഇത് ആരംഭിക്കുമെന്നുമാണ് അവരുടെ പ്രവചനം. ഈ പ്രവചനം അടുത്തിടെ ശ്രദ്ധ നേടിയതോടെ ജനങ്ങളാകെ ആശങ്കയിലായിരുന്നു. എന്നാൽ മുഴുവനായും ആശങ്കപ്പെടാൻ വരട്ടെ. സൗരയുദ്ധത്തിൽ പുഴയും കടലുമെല്ലാം ഉള്ളത് ഭൂമിയിൽ മാത്രമായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ സൗരയുദ്ധത്തിൽ എവിടെയാകും അവയെന്ന് വ്യക്തമായിരുന്നില്ല. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലും ജലസാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും ഭൂമിയിലേതിന് സമാനമായ ജലമായിരുന്നില്ല അവയൊന്നും. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന്റെ അന്വേഷണങ്ങൾ പിന്നെയും തുടർന്നു. ഇപ്പോഴത്തെ തീർത്തും അപ്രതീക്ഷിതമായ ചില വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. അവിടെ കടലും പുഴയുമൊക്കെ ഉണ്ടത്രേ. പക്ഷേ ഭൂമിയിലേതുപോലെയുള്ള ജലമല്ല, മറിച്ച് മീഥെയ്ൻ, ഈഥെയ്ൻ തുടങ്ങിയ ദ്രവ ഹൈഡ്രോ കാർബണുകളാണവ. ഭൂമിയിലെ എണ്ണഖനന കേന്ദ്രങ്ങളിലും മറ്റുമുള്ളതിനേക്കാൾ ദ്രവ ഹൈഡ്രോ കാർബൺ ടൈറ്റനിലുള്ളതായാണ് വിവരം. നാസയുടെ കസിനി ദൗത്യത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ അത്രയും. 1997 ശനിയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ചതായിരുന്നു കസിനി. 2017 ശനിയുടെ അന്തരീക്ഷത്തിൽ ഇടിച്ചിറങ്ങിയ കസിനി പിന്നീട് വിവരങ്ങളൊന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. അവസാന കാലത്ത് കസിനി അയച്ച വിവരങ്ങൾ അപഗ്രഥിച്ചാണ് ഗവേഷകർ ഇപ്പോൾ ജലസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യവാസ യോഗ്യമായ ജലവും ഭൂപ്രകൃതിയും ഇവിടെ ഉണ്ടായേക്കാമെന്നും അവർ പറയുന്നുണ്ട്.